വെൽക്കം ടു അവർ ചാനൽ ജിഞ്ചർ ചില്ലി. ഇന്ന് ഞാൻ ഇവിടെ ഒരു ഹെൽത്ത് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെളുത്തുള്ളി തേനിലിടാനായിട്ട് അതിനാവശ്യമുള്ളത് വെളുത്തുള്ളി കുറച്ചിങ്ങനെ ഞാൻ പൊളിച്ച് എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണതാണ്. ഇതിലൊട്ടും വെള്ളവും കാര്യങ്ങളൊന്നും പാടില്ല. ഒക്കെ നല്ലോണം ടിഷ്യൂ ഒക്കെ വെച്ച് ഒപ്പി വെച്ചേക്കണതാണ് ഞാൻ. പിന്നെ തേന്, ഇതിപ്പോൾ ഇതിനോട്ട് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഉടയണ ജാറ് നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇത് മുങ്ങണ അത്രയും തേൻ ഒഴിച്ച് കൊടുക്കണം. ഇവിടെ വലിയ വെളുത്തുള്ളി കിട്ടണതിൻ്റെ പേരിൽ ഒരു വലിയ വെളുത്തുള്ളിയൊക്കെ ഞാൻ 4 പീസാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്തേക്കണത്. ഇതിനകത്തേക്ക് ഇപ്പോൾ തേൻ ഒഴിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ മുഴുവൻ തേൻ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി എടുത്തിട്ട് വെളുത്തുള്ളി മുങ്ങണ അത്രയും തേൻ ഒഴിച്ച് വെച്ചാൽ മതി. അതാണ് ഞാനിതിനിപ്പോൾ അളവ് പറയാത്തത്. ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ നല്ലൊരു മാർഗ്ഗമാണിത്. അതുപോലെ കൊളസ്ട്രോൾ കുറക്കാൻ, പിന്നെ അതുപോലെ വണ്ണം കുറക്കാൻ, പൊണ്ണത്തടിയൊക്കെ കുറഞ്ഞോളും. ഇത് ഒരു സ്പൂണൊക്കെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. വലിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു പകുതിയൊക്കെ എടുത്താൽ മതിയാകും. സ്പൂണാണ് എടുക്കേണ്ടത്, ടേബിൾ സ്പൂണല്ല, ടീസ്പൂണാണ് എടുക്കേണ്ടത്. അതുപോലെ ചെറുതാണെങ്കിൽ ഒരു 2 കഷ്ണമൊക്കെ എടുത്ത് കഴിക്കുക, കുഴപ്പമൊന്നുമില്ല. ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ല കാര്യമാണ്. ഒരു 14 ദിവസം സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേ വെളുത്തുള്ളിയിലത്തെ എല്ലാ ഘടകങ്ങളും ഇതിലോട്ട് ഇറങ്ങുകയുള്ളൂ. ഇത് വളരെ നല്ലൊരു ഹോം റെമഡിയാണിത്. രണ്ടാമത്തെ ഒരു ഹെൽത്ത് ടിപ്സാണ് പറയാൻ പോണത്. അതിന് ആദ്യമായിട്ട് നമുക്കൊരു പാത്രം ഗ്യാസ് എത്തിച്ച് പാത്രം വയ്ക്കുക. ഇത് ഗ്യാസിനുള്ളൊരു മരുന്നാണ് പറയുന്നത്. ഗ്യാസൊക്കെ വന്ന് വയറൊക്കെ വീർത്ത് ബുദ്ധിമുട്ടാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്സാണ് പറയുന്നത്. ഇതിനായി നമുക്ക് അയമോദകം എന്ന് പറയും. ഇതാണ് സീഡ്. ഇത് നമുക്കൊരു സ്പൂൺ എടുത്ത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. നല്ലോണം വറുത്ത് കൊടുത്ത് ഇത് പൊട്ടണ ശബ്ദം കേൾക്കും. അപ്പം നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. ഒന്നില്ലെങ്കിൽ ക്രഷ് ചെയ്യുക, അല്ലെങ്കിൽ നല്ലോണം പൊടിച്ചെടുക്കുക, കുഴപ്പമില്ല. ഇപ്പോൾ ഇത് പൊട്ടി വരുന്നുണ്ട്. അത് നല്ലോണം വറുത്തിട്ടുണ്ട്. നല്ല ഒരു മണവും വരുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കുക. ഇതിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് ഞാൻ അതിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അയമോദകം വറുത്തത് നമുക്ക് പൊടിച്ചിട്ട് ചേർക്കണം. വെള്ളത്തിലേക്ക് ഞാനിത് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 വെളുത്തുള്ളി ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ ഉള്ളിയാണ്, അതുകൊണ്ട് ഞാൻ 2 എടുത്തിരിക്കുന്നത്. ചെറുതെന്ന് വെച്ചാൽ 3 എടുത്തോ. ഇത് ഞാൻ ഈ ഉരലിലിട്ടിട്ട് ചതച്ച് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം നല്ലവണ്ണം തിളച്ച് ഒരു 1.5 ഗ്ലാസ് വെള്ളമായി വരുമ്പോൾ ഓഫ് ചെയ്യുക. 2 ഗ്ലാസ് വെച്ചിരിക്കുന്നത് അത് 1.5 ഗ്ലാസ് ആക്കി തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചൂട്ടോട് കൂടിയിട്ട് കുറേശ്ശെ കുടിക്കുക. ഒരു 2 പ്രാവശ്യം കുടിക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് ഫീൽ ആവും. ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ അരിച്ചൊഴിച്ച വെള്ളമാണ്. ഇത് ഇത്രയൊക്കെ ഒരു ഗ്ലാസ്സിൽ ഒരു കാഭാഗം അല്ലെങ്കിൽ അരഭാഗമൊക്കെ കാഭാഗം എടുത്ത് കുടിച്ചാൽ മതിയാവും. ഡെയിലി നല്ല ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡെയിലി രാവിലെ ഉണ്ടാക്കി കുടിക്കുക. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ഒരു 7 ദിവസം കണ്ടിന്യൂസ് ആയി കഴിച്ചാൽ നമ്മളെ വയറ്റിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഇതുകൊണ്ട് മാറിക്കിട്ടും. ഗ്യാസിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇതുകൊണ്ട് മാറിക്കിട്ടും.
അടുത്തതായി ഞാൻ അയമോദകം വെച്ചിട്ടുള്ള തന്നെ വേറൊരു ടിപ്സ് കാണിക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ പറയണത് അയമോദകം വെച്ചിട്ടുള്ള വേറൊരു ടിപ്സ് തന്നെയാണ്. ഇതിന് ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ അയമോദകം ഇട്ട് കൊടുക്കുക. ഇത് ശ്വാസമുട്ടൊക്കെ ഉള്ളവർക്ക് നൈറ്റിൽ ശ്വാസം കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരുമ്പോൾ ഇത് ഇട്ടിട്ട് നല്ലവണ്ണം പാനിലിട്ടിട്ട് വറുത്ത് കൊടുക്കുക. വറുക്കുമ്പോൾ നമുക്ക് നല്ല മണം ഇതൊക്കെ ഫീൽ ചെയ്യും. പൊട്ടണ പോലെ വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തുടങ്ങിയിട്ടുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം, ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ലൊരു വൃത്തിയുള്ള കോട്ടൻ്റെ ഒരു തുണി എടുക്കുക. അതിലേക്ക് നമുക്കിതിട്ട് കൊടുക്കുക. കാണിച്ചു തരാം. ഒരു തുണി എടുത്തിട്ട് നല്ല വൃത്തിയുള്ള തുണി എടുക്കണം. എന്നിട്ട് അതിലേക്ക് ഇത് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒരു കിഴി പോലെ കെട്ടിയെടുക്കുക. ഇവിടെ ഞാനിപ്പോൾ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ നല്ല ചരടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് ഇതിനെ ടൈറ്റ് ചെയ്യണത്. എന്നിട്ട് നമുക്ക് രണ്ട് മൂക്കിൻ്റെയും അടുത്ത് വെച്ചിട്ട് വലിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലിക്കുക. ഇത് കുറേ നേരം ഇതിൻ്റെ മണം നിൽക്കും. മണം തീരുന്ന വരെ നമുക്ക് ഇത് നമ്മൾ വറുത്ത വശം തന്നെ മൂക്കിൻ്റെ അവിടെ വെക്കുമ്പോൾ നല്ലൊരു കുത്തു മൂക്കിലേക്ക് ഫീൽ ചെയ്യും. അപ്പോൾ മൂക്കിൻ്റെ അവിടെ നിന്ന് കുറച്ചൊന്ന് അകലം വെച്ചിട്ട് വലിക്കുക, അല്ലെങ്കിൽ തുമ്മും പെട്ടെന്ന്. എന്നിട്ട് ഇത് 2 ദിവസം നമുക്ക് അടുപ്പിച്ച് വലിച്ചാൽ ഫുള്ള് നമ്മളത് മാറിക്കിട്ടാവുന്നതാണ്. ഇതൊരു ഒറ്റമൂലിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ ചെയ്ത് നോക്കുക. നല്ലൊരു കുറവ് കിട്ടും നമുക്ക്. ഇത് ഞങ്ങൾ ട്രൈ ചെയ്തുള്ളതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഒരു കിഴി കെട്ടിയിരിക്കുന്നത്. അടുത്ത ടിപ്സ് കഫക്കെട്ടിനുള്ളൊരു ടിപ്സാണ് ഞാൻ പറയുന്നത്. ഒരു ഗ്ലാസ് പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, ഇതുപോലെ ക്രഷ് ചെയ്തതാണ്. അധികം പൊടിഞ്ഞിട്ടില്ല, എന്നാൽ നല്ലോണം ചതച്ചതുമല്ല. ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഈക്വലായിരിക്കണം. ഇനി നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. പാല് തിളച്ച് വരുന്ന വരെ ഇളക്കി കൊടുക്കണം. പാല് തിളച്ച് വന്നാൽ ഒരു 2 മിനിറ്റ് തീ കുറച്ചിട്ടിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മത് അരിക്കരുത്, അരിക്കാതെ തന്നെ കുടിക്കണം. അധികം ചൂടാറാണ്ട് കുടിക്കണം. ചൂടാറിയിട്ട് കുടിച്ചിട്ട് കാര്യമില്ല. 7 ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ എത്ര വലിയ കഫക്കെട്ട് ഉണ്ടായാലും അത് നല്ലോണം മാറിക്കിട്ടാവുന്നതാണ്. 3 ദിവസം തന്നെ കുടിക്കുമ്പോൾ നല്ലൊരു കുറവ് നമുക്ക് ഫീലാവും. കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുരുമുളകിൻ്റെ എരിവും ഇതൊക്കെ ഇരിക്കുന്ന കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പിന്നെ ഒരു മരുന്നല്ലേ ചെയ്യണത്, ബുദ്ധിമുട്ടൊക്കെ സഹിച്ചിട്ട് കുടിക്കണം. പാല് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ തീ സിമ്മിലേക്ക് ഇടുന്നു. എന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ അടിക്ക് പിടിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടി നമ്മൾ മേടിക്കണ മഞ്ഞൾപ്പൊടിനെക്കാട്ടി നല്ലത് നമ്മളെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുക്കണ മഞ്ഞളുടെ പൊടിയായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ കുരുമുളക് പൊടി ഒരിക്കലും നമ്മൾ പൊടി യൂസ് ചെയ്യരുത്. ഫുള്ളായിട്ടുള്ള കുരുമുളക് നമ്മൾ ക്രഷ് ചെയ്തിട്ട് തന്നെ വേണം ഉപയോഗിക്കാൻ. എന്നാലാണ് ഇതിൻ്റെ ഗുണം കൂടുതൽ നമുക്ക് കിട്ടുള്ളൂ.
നമ്മളെ നാടൻ കുരുമുളക് കിട്ടുന്നതായിരിക്കും ഏറ്റവും ഗുണം ചെയ്യുക. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് കുടിക്കാം. ഇത് രാവിലെ കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നൈറ്റ് കിടക്കുന്ന സമയത്ത്, രാവിലെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നൈറ്റ് കിടക്കുന്ന സമയത്ത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇത് കുടിച്ചിട്ട് കിടക്കാം. 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, എന്നാലാണ് ഫുള്ളായിട്ട് മാറുക. 3 ദിവസം തന്നെ കുടിക്കുമ്പോൾ നല്ലൊരു കുറവ് ഫീൽ ചെയ്യും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് മിൽക്ക്. നമുക്കിത് കുടിക്കാം. ഇതിൽ കണ്ടില്ലേ ഇതൊക്കെ എടുക്കണത്, അതൊന്നും എടുത്ത് കളയരുതിട്ട് അതോടുകൂടി തന്നെ കുടിക്കണം.